ഉച്ചയ്ക്ക് 12:20. എല്ലാരും പൊളിഞ്ഞു, ഇവൻ പൊളിഞ്ഞു, നീ പൊളിഞ്ഞു, ഞാൻ പൊളിഞ്ഞു, എല്ലാരും പുറത്തേക്ക് വന്നു, ക്യാരക്ടർ പുറത്തേക്ക് വന്നു. അക്ബർ പൊളിഞ്ഞു, എല്ലാരും പൊളിഞ്ഞു. ആദ്യം പൊളിക്കണ്ടായിരുന്നു ജിസേലിനെ പൊളിക്കണം. അടിപൊളി ഫണ്ണായിരിക്കും. ഞാൻ ഇട്ടുതരാം. നിങ്ങളിവിടെ ഒരുങ്ങാൻ വന്നതല്ല, ഗെയിം കളിക്കാൻ മനസ്സിലായത്. ചിരിക്കുന്നു കേട്ടോ, ഞാൻ ചിരിക്കുന്ന അഭിനയമാണ്, കറക്റ്റ് അഭിനയമാണ്, മറക്കരുത്. എപ്പോഴും പുള്ളിക്കാരി മേക്കപ്പ് ഇട്ട് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കിടിലൻ നടക്കുന്നത് മാത്രമല്ല വഴക്കിടാറല്ലേ? അല്ല, ഇങ്ങനെ പുറകെ നടന്ന ഗെയിമിൽ ഇൻവോൾവ് ആവാൻ നോക്ക്. ഇവിടെ മേക്കപ്പ് ഇടുക, ഇവിടെ നമ്മൾ ഇവിടെ ഗെയിം എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാവിലെ 100 തവണ മേക്കപ്പ് ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നല്ല. നിങ്ങളൊരു ഇൻപുട്ട് ഇവിടെ ഈ വീട്ടിൽ ഇത്രയും മണിക്കൂറുകളിൽ വന്നിട്ടില്ല. നിങ്ങളൊരു ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ടില്ല. വഴക്കല്ല ശബ്ദം ഉയർത്തുമ്പോൾ അത് വഴക്കാണെന്നും ഉണ്ടാവണം ഷോയില്. ഇത് മലയാളം ബിഗ് ബോസ് ആണ്. നമ്മൾ സംസാരിക്കാതിരിക്കുകയും നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരം എങ്ങനെ നിങ്ങൾക്ക് ദേഷ്യമായിട്ട് മാറും? ഞാൻ ഇങ്ങനെ എന്റെ നിലപാടുകൾ പറയുമ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളാണ്. അല്ല, അഗ്രസീവ് അല്ല, ഇതല്ല. അപ്പൊ ശരിക്കുള്ള അഗ്രസീവ് കണ്ടിട്ടില്ല. ഇത് ഒരു മോഡൽ ഷോ അല്ല. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രശ്നങ്ങളിലും നിങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങൾ പോയി, ഇയാൾ പോയോ? ഒരാളുടെ മോഡലിംഗ് ഷോ കാണാൻ ജോയിൻ ചെയ്യേണ്ടതല്ല പറഞ്ഞത്. ഞങ്ങളിവിടെ ടീം ഉണ്ടാക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ എന്തിനാ ഈ കൂട്ട് ആക്കിയിട്ട് 5 ആൾക്കാർ പുറത്ത് ഇങ്ങനെ പോകണം? അതെനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു ഗുണ്ടുകളുടെ പോലെ ഒരാളെ പുള്ളി ചെയ്യത്തില്ല. 4 ആൾക്കാര് ഗുണ്ടകൾ എന്ന് പറയില്ല, നീ ഇംഗ്ലീഷ് പറഞ്ഞോ? എനിക്ക് മലയാളം അറിയാം. ഒരു ഗ്രൂപ്പ് ഉണ്ട്, അക്ബറിനെതിരെ ഞാൻ സംസാരിക്കും, അക്ബർ എനിക്കെതിരെ സംസാരിക്കും. ഒരു ഗാങ്സ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്. അത് ഒരാളെ വിളി ചെയ്യും, പിന്നെ വേറെ പെണ്ണിനെ കറിപ്പിക്കും, പിന്നെ അവള് കരയും, പിന്നെ ഞാൻ കരയും. അത് പറ്റത്തില്ല, ഞാൻ കരയത്തില്ല. The only thing is that 2 ദിവസമായി ഞാൻ എല്ലാവരും നോക്കുവാണ് എങ്ങനെയാണ്, ആരാണ് ഇഷ്ടമാണ്, ആരെയും ഇഷ്ടമില്ല. ഉച്ചയ്ക്ക് 12:45. ഒരു കാര്യം പറയട്ടെ, ആദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് എനിക്ക് മലയാളം അറിയത്തില്ല. എനിക്ക് നല്ലപോലെ മലയാളം അറിയാം. പറയുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഫമ്പലാകും, പക്ഷെ പറയാൻ നല്ലപോലെ ഫമ്പലാകും. ഞാനൊരു ഗുണ്ടിയാണ്. അതിന് ഓപ്പോസിറ്റ് ഇല്ല. ഗുണ്ടിയുണ്ട് ഇല്ല, ഞാനാണ്. റൗഡിയാണ്. ഉച്ചയ്ക്ക് 12:50. ദേഷ്യത്തിലാണല്ലോ. ഇവർക്ക് അറിയത്തില്ല എനിക്ക് എത്ര ദേഷ്യം വരും എന്ന് അറിയത്തില്ല ഇവർക്ക്. പക്ഷേ ഈ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. അതാണ് പ്രോബ്ലം ശരദിനെ. നീ ഇങ്ങനെ റെഡി ആയിട്ട് വരും, നീ ഇങ്ങനെ മേക്കപ്പ് ആയിട്ട്. അപ്പൊ ഇത് TV ഷോ അല്ലേ? നീ നിനക്ക് ഒരു അഭിപ്രായമില്ല. നീ ഇങ്ങനെ ഉടുപ്പ് മാറിയിട്ട് എപ്പോഴും മേക്കപ്പ് ചെയ്തിട്ട് നടക്കും. ഡ്രസ് എന്താണ് ഇട്ടുന്ന അതല്ല പറയുന്നത്. നീ എന്തിനാ എപ്പോഴും റെഡി ആക്കണം? ഞാൻ എന്താ സ്മെല്ലായിട്ട് ഇവിടെ നടക്കാനാ? പിന്നെ എനിക്കങ്ങനെ ഫണ്ടില്ല. 2-ാം ദിവസം ഉച്ചയ്ക്ക് 1:10. അപ്പൊ ഒരു കാര്യം വേണ്ടേ, ഇങ്ങനെ ചൂട് ചെയ്താൽ ചൂട് പൊട്ടത്തില്ലേ? ഇങ്ങനെ ചെയ്താൽ അത് പോകത്തില്ലേ? നടു മാത്രം മതി. ഞാൻ എന്തിനാ എനിക്ക് ഇത് ഓടിഞ്ഞു പോകും. എന്തുകൊണ്ട് ഹിസലിന് എത്തുന്നില്ല, പക്ഷെ എനിക്ക് എത്തുന്നുണ്ട്. എനിക്ക് കുഞ്ഞിന്റെ ആവശ്യമില്ല. ഇങ്ങനെയാണോ ചെയ്യണത്? ഇങ്ങനെയാണ് വാരി ചെയ്യണത്. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാം. തൂക്കണ്ടേ? തൂക്കുന്ന ചവർ പോയാ പോരെ? പോയില്ലല്ലോ. പോയില്ല, പിന്നെ ചൂട് മാത്രം പൊട്ടുന്നുണ്ട്, പോകുന്നില്ല ചവര്. ഞാൻ ഇപ്പൊ ചവർ പോയില്ലേ? കണ്ട, ഇങ്ങനെയാണ് ചവർ പോണത്. അപ്പൊ ചൂടിങ്ങനെ ഇരിക്കണം. ചൂടിങ്ങനെ ഇരിക്കുമ്പോ എനിക്കറിയില്ല. പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാം.
വെച്ചകാൽ പുറകോട്ട് വെക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ജിസയിലും കാട്ടുപോത്തിന്റെ തൊലിക്കട്ടിയുമായി കാട്ടുപോത്ത് പോലും നാണിച്ചു പോകുന്ന രീതിയിൽ അനുമോള് കൂടി നടത്തുന്ന മത്സരം. അടിച്ചോ മോളടിച്ചോ. ഈ മാറ്റിന് പറ്റിയ ചൂലല്ല ഇത്. വാക്യൂം ക്ലീനർ ആണ് മാറ്റിനെ പറ്റി. അതെ, അത് തന്നില്ലെങ്കിൽ അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. അപ്പൊ കൈ കൊണ്ട് എന്തിനാണ് ചൂല് കൊടുത്തത്? അവിടെ ഇവിടെ കിടന്ന വേസ്റ്റിൽ ഞാൻ കൈ കൊണ്ടാണ് പറക്കി എടുത്തിരിക്കുന്നത്. ചൂലുകൊണ്ട് എടുക്കാനുള്ളതല്ല. ചൂല് യൂസ് ചെയ്യണ്ടേ? കൊച്ചു ചവർ എങ്ങനെ പോകും? കൊച്ചു കൈ കൊണ്ട് എടുക്കണം. ഞാൻ കൈ കൊണ്ടാണ് ഇത് കൈ കൊണ്ട് എടുക്കണം. ഇത് അങ്ങനെയല്ല, വാരി എടുക്കണം. വാരിയല്ല, വാരി എടുക്കുമ്പോ വാരി ചൂല് കൊണ്ട് വരും. ഞാൻ ചെയ്യാം, എനിക്ക് ഒരു കുഴപ്പമില്ല. This is my duty. I will do it. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം.